ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. ചിങ്ങക്കൂർ അഥവാ ചിങ്ങരാശി, ഇവർക്ക് പൊതുവെ പറയാൻ ജോലി കാര്യങ്ങളിലൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. ജാഗ്രത ആവശ്യമാണ്. ജോലി ഭാരമൊക്കെ കുറച്ച് കൂടി വരാൻ ചാൻസ് കൂടിയ സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് തനിക്ക് തന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ എൻ്റെ അമ്മോ ഇത്ര, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതെപ്പോൾ ചെയ്ത് തീർക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാനും നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുതലായിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഇത് ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരിക എന്ന് പറയുന്നത് നിങ്ങൾ ആ മേഖലയിൽ നന്നായി കാണിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആ മേഖലയിൽ നല്ല മികവ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മേലുദ്യോഗസ്ഥർ നമുക്ക് എന്ത് ചെയ്യണേ, കൂടുതൽ വർക്ക് തരുന്നത് അല്ലേ. നന്നായി ചെയ്യുന്ന ഒരാൾക്കല്ലേ നമ്മൾ കൂടുതൽ വർക്ക് കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കാൻ പോകില്ലല്ലോ അല്ലേ. ഇന്നിപ്പോ ഞാൻ ഈ റൂമിന് പെയിന്റ് അടിപ്പിച്ചു. ഈ ഒരു പെയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അടുത്ത തവണ പെയിന്റ് അടിപ്പിക്കുമ്പോൾ ഞാൻ അയാളെ കോൺടാക്ട് ചെയ്യുള്ളൂ, ഇനി വേറെ ആളെ ഞാൻ കോൺടാക്ട് ചെയ്യും അല്ലേ. സോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസ് ഇട്ട് കഴിയുമ്പോൾ ഒരു ഫ്ലോറാണ് നമ്മൾ ചെയ്തതെങ്കിൽ നാളെ നമ്മൾ 10 ഫ്ലോർ പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പെയിന്റ് അടിക്കാൻ വിളിക്കുമ്പോൾ നമുക്ക് അയാളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഏൽപ്പിക്കും. എന്തുകൊണ്ടാ? അങ്ങനെ നന്നായി ചെയ്തുകൊണ്ടല്ലേ. സോ അതുപോലെ തന്നെ നിങ്ങൾ നന്നായി ചെയ്തുകൊണ്ടാണ്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നന്നായി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണേ, നിങ്ങൾക്ക് കൂടുതൽ ഭാരം തന്നുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ഏൽപ്പിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ മേലധികാരികൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്തൊരു കാര്യം തന്നെയാണ് നിങ്ങൾ കൃത്യമായ പ്ലാൻ ചെയ്യുക, എന്നിട്ട് മാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ പ്ലാൻ ഇല്ലാതെ മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സക്സസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ കയ്യെത്താൻ ദൂരത്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ പ്ലാൻ ആൻഡ് ഗോ. ഓക്കെ, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഗോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോണ്ടാക്ട് ചെയ്യാമെങ്കിൽ നമ്മളെ ക്ലാസ്സസിൽ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുടുംബത്തിലൊക്കെ ഐക്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കുടുംബ ഐക്യമൊക്കെ ഉണ്ടാവും. വർക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് കൂടുതലായ സമയമാണ്. മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. ചിലവൊക്കെ ക്രമേണ കൂടി വരുന്ന സമയമായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കടങ്ങളൊക്കെ മേടിക്കുന്നത് ഒഴിവാക്കുക. മേടിച്ച കടങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. അപ്പൊ ചെലവ് കൂടുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന വരവ് കൃത്യമായി നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഡെപ്സ് അടിച്ചു തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവും കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ കടവും എന്ത് ചെയ്യുന്നുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മന്ദഗതിയിലുള്ള പോക്കായിരിക്കും. വലിയ ഉയർച്ചയിലേക്കൊന്നും ബിസിനസ്സിന് പെട്ടെന്നൊരു ഹൈപ്പ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതുപോലെ പഠന സംബന്ധമായിട്ട് നോക്കി വിദ്യാർത്ഥികൾക്ക് എന്താണ്, നല്ല സമയമാണ്. രാത്രി യാത്രകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ, അവോയ്ഡബിൾ ആയിട്ടുള്ള യാത്രകൾ മാത്രം രാത്രി പോവുക. ഒഴിവാക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ അത് രാത്രിയിൽ നിന്ന് ഒഴിവാക്കി പകലിലേക്ക് മാറ്റുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിങ്ങൻ രാശിക്കാരും ഈ ഒരു വിഷുഫലം അനുകൂലമായിട്ട് വരും കേട്ടോ. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായപ്പോൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കലയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക,
നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത് മനസ്സിലാക്കുക, നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിട്ട് ഈ മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.